ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ആശുപത്രി ആശുപത്രി കൊണ്ടുപോകാൻ ഏട്ടൻ. എനിക്ക് പനി കൂടിപ്പോയി. ഇന്നലെ ഞാൻ ജോലിക്ക് പോയതാ. പക്ഷെ ഇന്നലെ ഞാൻ അവിടെ ഒരു ഡോളോ തന്ന്, ഞാൻ അതും കഴിച്ച് അവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം ഇന്നലെ കൂടിപ്പോയി. പിന്നെ ആശുപത്രി പോകാനും പറ്റിയില്ല വൈകുന്നേരമായിട്ട്. ഇന്ന് ആശുപത്രി പോകണം. ആശുപത്രി എത്താറായിട്ടോ. നമ്മുടെ ഈ സൈഡിലാണ് ആശുപത്രി കാണിച്ചത്. ആശുപത്രി ഇതാണ് ആശുപത്രി എന്നതിൻ്റെ കാര്യം. ഇതാണ് ആശുപത്രി. ആശുപത്രി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുകയാണ്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ആശുപത്രി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആശുപത്രിയാണത്. ഗവൺമെൻറ് ആശുപത്രിയാണത്. ഇത് സ്ഥലം വരുന്നത് വേങ്ങൂര് തൂങ്ങാലി എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ പാണേലി പാണൻകുഴി റൂട്ടാണത്. തൂങ്ങാലി എന്ന് പറയുന്ന ആശുപത്രിയാണ്. അത്യാവശ്യം നല്ല ആശുപത്രിയാണ്. ഗവൺമെൻറ് ആശുപത്രി ആണെങ്കിൽ അത്യാവശ്യം സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് ഒപ്പി ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഡോക്ടറെ കാണണം. ഈ പെണ്ണിവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. നമുക്ക് പേടി അവിടെയൊക്കെ പോയി നിൽക്കാം. ഡോക്ടറെ കാണാൻ പേടിയുള്ള ഏതൊരു വ്യക്തി. ഗൈസ്, അങ്ങനെ നമുക്ക് ടോക്കൺ നമ്പർ കിട്ടിയിരിക്കുകയാണ്. 1 നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. വേറെ 100 വരെയാണ് നമ്പറുള്ളൂ. 100 കഴിഞ്ഞാൽ പിന്നെ 1 ആവും. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തൊരു ഗപ്പി ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആശുപത്രി ഫുൾ സെറ്റപ്പാണ്. കണ്ടോ, 1-2 ഗപ്പീസൊക്കെ ഉണ്ട്. 1-2 ഉള്ളൂ. കുറെ എവിടെയാ? 1-2 ഒരു 5 എണ്ണെങ്കിലും ഉണ്ടാവും. കണക്കറിയില്ല. 1-2 എണ്ണന്നേ. ഒരു 5 എണ്ണത്തിനുണ്ടോ 1-2 എണ്ണം. സൂപ്പറായിട്ടുണ്ട്. ആ ചീട്ട് കാണിച്ചേ. എനിക്ക് മരുന്ന് വാങ്ങാൻ എഴുതി തന്നിട്ട് ചുമയും പനിയും കൂടി ഇങ്ങനെ തന്നെ. നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, മോനെ വെള്ളത്തിൽ കുളിക്കല്ലേ, വെളിച്ചെണ്ണ തേച്ച് കുളിക്കല്ലേ. വെള്ളത്തിലല്ല, വെളിച്ചെണ്ണ തേച്ച് രാത്രി കുളിക്കല്ലേ എന്ന് പറഞ്ഞ അവള് കേട്ടില്ല. അവളത് അങ്ങനെ തന്നെ ചെയ്തു. അവൾക്കത് കിട്ടണ്ടേ ഗൈസ്. കിട്ടി. അവളുടെ ചിരിയും കളി ഇപ്പൊ ഭയങ്കര ചിരിയും കളിയാ. അതൊക്കെ മാറും പനി കൂടിയ. പോയി മരുന്ന് മേടിക്കടാ. മരുന്ന് വാങ്ങാനാ ടോക്കൺ വിളിക്കുമ്പോ എനിക്ക് ചെവി. മരുന്നൊക്കെ കിട്ടിയിട്ടോ. ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാം. അടിപൊളി ആശുപത്രി ആട്ടോ, സത്യം പറയാലോ. ഞാൻ എൻ്റെ അടുത്തുള്ളതിൽ ഞാൻ പോയ ആശുപത്രിയിലൊക്കെ വെച്ചാണെങ്കിൽ പാരസെറ്റാമോളും പിന്നെ അങ്ങനെ കുറേ ഗുളിക ടൈപ്സ് തന്നിട്ട് എന്നെ അവിടെ നിന്ന് ഒഴിച്ചു വിടുകയാണ്. പക്ഷെ ഇത് അടിപൊളി ആശുപത്രി. എനിക്ക് ചുമയുടെ മരുന്ന് തന്നു, മൂക്കിലൊഴിക്കണ മരുന്ന് തന്നു, അതിനനുസരിച്ചുള്ള ഗുളികയും തന്നു. അങ്ങനെ ഒരു 4 കൂട്ടം സെറ്റ് സാധനങ്ങൾ തന്നിട്ടുണ്ട്.
അടിപൊളിയാണ്. ഇനി ഇത് കഴിച്ചിട്ടുള്ള റിസൾട്ട് അടിപൊളി ഡോക്ടറാട്ടോ. കാരണം ഇതിക്ക് മുന്നേ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ അവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അത് കറക്റ്റായിട്ട് ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു വിട്ടു. ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പിന്നെയും വരാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആശാവർക്കർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇതുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, നമ്മൾ ചെന്ന് ചോദിക്കണം, പിന്നെയും ചെന്ന് ചോദിക്കണം. ഇവിടെ അങ്ങനെയല്ല, കറക്റ്റായിട്ട് വന്ന ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ടോക്കൺ നമ്പർ എത്രയാണെന്ന് അവിടെ പോയി എന്നിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന് ഇവർ കയറിയിട്ട് അവർ കയറിയത് അങ്ങനെയാണ്. നല്ല സ്ട്രിക്റ്റ് ആശാവർക്കർ അങ്ങനെയല്ല, അതാണ് നമ്മളെ എല്ലാം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.